ുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും സ്വർഗം ക്ഷമിക്കുമാറാകണം. ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുത്തെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ്. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം അവനെ നൽകുവാൻ അവൻ ദൈവത്തിൽ പ്രസാദമായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ, ആ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന നിമിത്തമാണ് നാം ഇന്ന് ആമേൻ തിരുപാദപീഠത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്, പ്രൈസ് ദി ലോർഡ്. പലരും ഉണ്ട്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങള് ആമേൻ ഹല്ലേലൂയ അബുദാബി കർമ്മേൽ IPC ചർച്ചില് ആമേൻ ഹല്ലേലൂയ അവിടെയാണ് ഞങ്ങളുടെയൊക്കെ ജനനം. എന്ന് വെച്ചാൽ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ ക്രിസ്തുവിൽ ജനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ ദൈവസഭ ആരംഭിക്കുന്നത് 5 പേര് തുടങ്ങിയ ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് UAE ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയ ദൈവസഭയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ അത്രയ്ക്ക് ദൈവം അതിനെ മാനിച്ചു വളർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ഞാൻ ഇന്നിങ്ങനെ ആമേൻ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇതൊരു ചെറിയ കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ കാലാന്തരം പ്രൈസ് ദി ലോർഡ് ഇതൊരു വലിയ കൂട്ടമായി മാറും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എങ്ങനെ മാറും? ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഈ റാസൽഖൈമ പട്ടണത്തിൽ ഹല്ലേലൂയ ആമേൻ പ്രവർത്തിക്കാനുള്ള ഒരു ആമേൻ ഞങ്ങൾ ആമേൻ അബുദാബിയിൽ പ്രവർത്തിച്ചതുപോലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വഴികളൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം ആമേൻ എന്നോട് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ ഈ സഭയ്ക്കകത്ത് നിന്ന് ചിലർ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ എഴുന്നേൽക്കും? ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ച ആമേൻ ദൈവവചനത്തിലെ ചില ആമേൻ ഹല്ലേലൂയ ഭാഗങ്ങൾ കർത്താവിന്റെ ദാസൻ കൂടെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിച്ചു. എന്താണ്? പ്രൈസ് ദി ലോർഡ്. ചില വരങ്ങൾ സ്വർഗ്ഗം ഈ സഭയ്ക്കകത്ത് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആമേൻ സ്തോത്രം അത് നിമിത്തം ആമേൻ ഹല്ലേലൂയ ഈ സഭ അറിയപ്പെടുന്ന ഒരു സഭയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വ്യക്തി ജീവിതങ്ങളിൽ ഇതിനകത്തേക്ക് ഹല്ലേലൂയ ആമേൻ പിതാവിനാൽ ആവശ്യപ്പെടുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആമേൻ ഈ റാസൽഖൈമ പട്ടണത്തിൽ കടന്നു വന്നിട്ട് പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. വന്ന് 5-ാമത്തെ ദിവസം ജോലി കിട്ടി. ആമേൻ ഹല്ലേലൂയ. കറക്റ്റ് 27-ാമത്തെ ദിവസമായപ്പോൾ ജോലി പോയി. ആമേൻ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ സഭാരാധനയുടെ അങ്ങേ സഭാരാധനയ്ക്ക് ഞാൻ ജോലി ഇല്ലാതെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആരോടും പറയാനും പറ്റത്തില്ല. കാരണം എന്ന് പറയോ ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരൻ പ്രസാദ് ഉൾപ്പെടെ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ നീ അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ ഇത് എന്താണെന്ന് ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അതിന് 2 ദിവസം മുമ്പ് ദൈവം എനിക്കൊരു ആമേൻ ഹല്ലേലൂയ ഒരു ദർശനം ഇങ്ങനെ തന്നു. അവൻ എന്റെ ജോലി പോകുന്നതായിട്ട് അവർ എന്നോട് പറയാൻ നീ നാളെ മുതൽ വരണ്ട എന്ന് പറയുന്നതായിട്ട് ഞാൻ ആമേൻ ഹല്ലേലൂയ പ്രസാദിന്റെ ഭവനത്തിൽ ആമേൻ ഞങ്ങൾ ആ ഈദിന്റെ അവധിയിൽ ആമേൻ ഞാൻ പ്രസാദിന്റെ ഭവനത്തിലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ദർശനം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ ഞാൻ ചിന്തിച്ചു, എന്നെയാണല്ലോ പറഞ്ഞത്, അപ്പൊ എനിക്കായിരിക്കത്തില്ല, അത് വേറെ ആർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ പിറ്റേ ദിവസം പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവർ ഓഫീസിൽ വിളിച്ചപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ജോൺ ബ്രദറെ വിളിച്ചു. ആമേൻ. അപ്പൊ അദ്ദേഹം കടന്നു വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യന്റെ ജോലി വല്ലതും പോകുമോ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇല്ല, പിറ്റേ ദിവസം എന്റെ ജോലിയെല്ലാം പോയി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് കഴിഞ്ഞ് ആമേൻ അടുത്ത ആമേൻ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ വീണ്ടും ആമേൻ ഹല്ലേലൂയ ആ കമ്പനിയിൽ തന്നെ കയറുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ എന്റെ വിസയും അടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പിശാച് അവൻ ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടെ ഇടപെട്ട് അവനെ തകർക്കാനും അവനെ നിരാശയിലേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കുമോ പറ്റുമോ അത്രത്തോളം അവൻ ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്രത്തോളം ദൈവത്തോട് അടുക്കുവാൻ പറ്റുമോ അത്രത്തോളം അടുക്കണം. ഹല്ലേലൂയ. കാരണം ആമേൻ ഹല്ലേലൂയ ആമേൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്നേഹം ഹല്ലേലൂയ ആമേൻ ആ പരിശുദ്ധമായ സ്നേഹം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ ആമേൻ ലോകത്തോടുകൂടെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം അവൻ തന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണമുള്ള ഒരു സ്നേഹം അവൻ ആ പിതാവിന് നമ്മോട് തോന്നിയെങ്കിൽ ഇന്ന് രാത്രി ഈ
ലോകത്തിലെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ നന്മകളും നമ്മെ കുറിച്ചുള്ള കരുതലുകളും ആമേൻ സ്വർഗസ്ഥനായ പിതാവിനുണ്ട്. രാത്രിയിൽ ആമേൻ ഇതിനകത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നീ വിശ്വസിക്ക്. ആമേൻ ഹല്ലേലൂയ നിന്റെ പിതാവ് അങ്ങനെ പെട്ടെന്ന് നിന്നെ കൈവിട്ട് കളയില്ല. ആമേൻ ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആരാധനയുടെ അങ്ങേ ആരാധനയ്ക്ക് ശക്തമായ ആരാധന നടന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ കർദാസൻ ആരാധന കഴിഞ്ഞപ്പോൾ ഈ മോളോട് പറഞ്ഞു, മോളെ ആമേൻ അവൾ പറഞ്ഞു ആമേൻ ആത്മാവിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു നിന്നെ കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ നീ ഒരു പ്രവാചകിയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആരാധിച്ച് നിന്റെ നാവിൽ നിന്ന് പ്രവചനത്തിന്റെ ശബ്ദം പുറത്തേക്ക് വരും. ഹല്ലേലൂയ. ആയതുകൊണ്ട് പൊന്നുമോളെ ആമേൻ നീ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേൻ പ്രവർത്തിക്കുന്നത് ഭയങ്കര അത്ഭുതങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്നേഹത്തെ കുറിച്ച് ഞാൻ ഹല്ലേലൂയ ഇവിടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആമേൻ 15-ാം അധ്യായം ആമേൻ ഹല്ലേലൂയ അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെനാൾ കഴിയും മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒരു ഉപമയിൽ കൂടെ ആമേൻ ഹല്ലേലൂയ ഒരു അപ്പന് ആമേൻ 2 മക്കളുണ്ടായിരുന്നു. ആമേൻ അതിൽ ആമേൻ ഒരുവൻ ഇളയവൻ ആമേൻ സകല സ്വത്തും അപ്പനോട് ചോദിച്ചു വാങ്ങി അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ഹല്ലേലൂയ. ആമേൻ 13-ാമത്തെ വാക്യം ഇങ്ങനെയാ കാണുന്നത്. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പനോട് ചോദിക്കുക അവൻ ഹല്ലേലൂയ അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് ആമേൻ തരണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പനോട് ചോദിച്ച് സകലതും വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ പങ്ക് മുഴുവനും വാങ്ങിയിട്ട് സകലതും അവൻ ചേർത്തിട്ട് അവൻ ദൂരദേശത്തേക്ക് ഒരു യാത്ര പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 13-ാം അധ്യായത്തിൽ അവൻ വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്. ആമേൻ ഹല്ലേലൂയ. അവിടെ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്തെ കഠിന ക്ഷാമം ആമേൻ ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. ഹല്ലേലൂയ. അപ്പനോട് ചോദിച്ചു അവന് വരേണ്ടുന്ന പങ്ക് സകലതും വാങ്ങി ആമേൻ ഹല്ലേലൂയ ദൂരദേശത്തേക്ക് പോയി തനിക്ക് ആമേൻ ഹല്ലേലൂയ ബോധിച്ചതുപോലെ അവന്റെ ജീവിതത്തെ അവന്റെ ഇഷ്ടത്തിന് അവൻ ജീവിച്ച് നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ ഹല്ലേലൂയ സകലതും കൊടുത്തു. പക്ഷേ അതിനെ മുഴുവനും അവൻ നശിപ്പിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ ദേശത്ത് ക്ഷാമവും ഉണ്ടായി. ആമേൻ തന്റെ കയ്യിരുന്ന സകലതും നഷ്ടമാക്കി. ആമേൻ ഇപ്പൊ ഒന്നും തിന്നുവാനില്ലാത്ത അവസ്ഥയുമായി. ആമേൻ എന്നിട്ട് അവൻ ഹല്ലേലൂയ ആ ദേശത്തിലെ പന്നികളെ മേയ്ക്കുന്നവരുടെ അടുക്കലേക്ക് ചെന്ന് ആമേൻ ആ കൂട്ടത്തിൽ അകപ്പെട്ടു. Praise the Lord. Hallelujah. എന്നിട്ട് ആമേൻ ഹല്ലേലൂയ അതിന്റെ ആമേൻ സ്തോത്രം ആ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. Praise the Lord. പന്നികൾ തിന്നുന്ന വാളവര തിന്നുവാൻ തക്കവണ്ണം താൻ ആഗ്രഹിച്ചിട്ടും ആരും അതുപോലും അവന് കൊടുത്തില്ല. Praise the Lord. Hallelujah. ആമേൻ സ്തോത്രം. അടുത്ത വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. Praise the Lord. ആമേൻ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ Praise the Lord. Praise the Lord. Hallelujah. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ ചിന്തിക്കുക. Praise the Lord. ഞാൻ ചിന്തിച്ചു. Hallelujah. അപ്പൊ ഇത്രയും നാൾ ഇവന്റെ സുബോധം എന്തായിരുന്നു? Praise the Lord. നഷ്ടപ്പെട്ടു പോയിരുന്നു. Praise the Lord. അപ്പന്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാതെ ആമേൻ അപ്പന്റെ വാങ്ങേണ്ടുന്നതെല്ലാം വാങ്ങിയിട്ട് ആമേൻ അപ്പന്റെ ആഴത്തിലുള്ള സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാതെ പോയ ഒരു മകൻ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ താൻ കടന്നുപോയ കഷ്ടതയുടെ സമീപത്ത് അവൻ ആ നിമിഷങ്ങളിൽ അവന് സുബോധം വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വരുന്നത് ആമേൻ ഹല്ലേലൂയ ഏറ്റവും നല്ലതില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനറിയോ? ആമേൻ സ്തോത്രം. നാം ദൈവത്തോട് അതുവരെ അടുക്കാത്ത രീതിയിൽ അടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുവരെ നാം അടുക്കാത്ത രീതിയിൽ ദൈവത്തോട് അടുക്കും. ഹല്ലേലൂയ. കാരണം അതെന്റെ ജീവിതത്തിലെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പഴയ കാലത്തിലെ പിതാക്കന്മാര് ആമേൻ പാടുമായിരുന്നു, ആമേൻ പറയുമായിരുന്നല്ലോ, ആമേൻ ആമേൻ കപ്പയും ആമേൻ ഹല്ലേലൂയ കപ്പയുടെ തോല് പൊളിച്ചു കളഞ്ഞിട്ട് അതിന്റെ പാള വരെ ആമേൻ ഇളക്കി അവര് ആമേൻ കഴിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. പക്ഷേ ആമേൻ എന്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ടാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യാതൊരു കുഴപ്പമില്ലാതെ സുഖലോലപനായി ജീവിച്ച എന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ കപ്പ കഷ്ണം ഹല്ലേലൂയ നുറുക്കി തിന്നുന്ന അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആമേൻ വൈഫും ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ അവളോട് പറയാം പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആമേൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഇവിടെ നിന്ന് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് ആമേൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്റെ ജീവിതത്തിൽ എന്താ സാക്ഷ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ആമേൻ ഹല്ലേലൂയ പ്രസാദനോട് ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ് എന്റെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തിനാ ആമേൻ ഹല്ലേലൂയ ഇതുപോലെ നുറുങ്ങുന്ന ചില ജീവിതങ്ങൾ എന്റെ മുമ്പായി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരോട് പറയണം ഹല്ലേലൂയ ആമേൻ നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നെങ്കിൽ ആമേൻ ഹല്ലേലൂയ കഷ്ടതയിൽ കൈവിടാത്തൊരു ദൈവമുണ്ട്. കഷ്ടതയിൽ കൈവിട്ട് മാറിപ്പോകാതെ അവൻ കഷ്ടതയിൽ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ അവനോട് പറ്റിയിരുന്നാൽ ഹല്ലേലൂയ അവൻ ഈ കാണുന്ന അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരുത്തുവാൻ അവൻ ശക്തനായവനെന്ന് പറയുവാൻ രാത്രിയിൽ ഹല്ലേലൂയ നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ആ മകൻ സുബോധം വന്നപ്പോൾ ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ സുബോധം വന്നപ്പോൾ അവൻ ചിന്തിച്ചത് അപ്പന്റെ ഭവനത്തിൽ അനേക കൂലിക്കാരുണ്ട്, അവരെ തിന്ന് ശേഷിപ്പിക്കുന്നതിനെ കുറിച്ച് അവൻ ചിന്തിച്ചു. ആമേൻ. അവിടെ ഇരുന്നു കൊണ്ട് 18ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ അവനൊരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? അവൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക പ്രൈസ് ദി ലോർഡ് അവന്റെ ഏറ്റവും ആഴമേറിയ നിമിഷങ്ങളാണ് പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചാൽ അവൻ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവനായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അപ്പന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയപ്പോഴാണ് അവന് സുബോധം വന്നത്. ആമേൻ. അവിടെ ഇരുന്നു കൊണ്ട് അപ്പന്റെ ഭവനത്തെ കുറിച്ച് അവൻ ചിന്തിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഒരു തീരുമാനമെടുക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താ അപ്പാ ആമേൻ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇരുന്നു കൊണ്ട് അവൻ തീരുമാനമെടുത്തു. എന്താ ആമേൻ ഹല്ലേലൂയ ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരുന്നുകൊണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ആ 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് ആമേൻ അപ്പന്റെ അടുക്കൽ പോയി. പ്രൈസ് ദി ലോർഡ്. രാത്രി ഹല്ലേലൂയ അവൻ ഇരുന്ന ഇരിപ്പിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാ. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയം കൊണ്ട് അവൻ ഒരു തീരുമാനം എടുത്തു. അവൻ ഞാൻ അപ്പന്റെ സന്നിധിയിൽ ചെന്ന് അവൻ എന്നെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് കൊടുക്കും, അവൻ അപ്പന്റെ മുമ്പാകെ എന്നെ സമർപ്പിക്കുമെന്ന് അവന്റെ ഹൃദയം കൊണ്ട് അവൻ ഒരു തീരുമാനം എടുത്തിട്ട് അവൻ എഴുന്നേറ്റു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ പലരും തീരുമാനമെടുത്തു, പക്ഷേ ഹല്ലേലൂയ അതിനെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കാതെ വീണ്ടും പിശാച് അതിനെ ഡയറക്ഷൻ ചെയ്ത് വിടുമ്പോൾ അവൻ തിരുവചനം പറയുക, അവൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവന്റെ ലക്ഷ്യം അപ്പന്റെ വീട്, ഹല്ലേലൂയ അപ്പന്റെ വീട്, അവൻ താൻ അകന്നു പോയതിൽ നിന്ന് അവൻ താൻ ഹല്ലേലൂയ അവൻ ദൂരത്തായതിൽ നിന്ന് വീണ്ടും അപ്പന്റെ അരികിലേക്ക് അവന്റെ ഓരോ ചുവടുകളും വയ്ക്കുക. ഹല്ലേലൂയ അവൻ സ്തോത്രം. അവൻ ഹല്ലേലൂയ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ തീരുമാനത്തോടുകൂടി അവന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ നടന്നു ചെല്ലുമ്പോൾ അവൻ ഞാനിങ്ങനെ ചിന്തിക്കുക, ഹല്ലേലൂയ അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് നടന്നു വരുമ്പോൾ ഇവനെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പൻ അവിടെ ഇരിക്കുക. ഹല്ലേലൂയ അവൻ അപ്പന് ദൂരത്ത് നിന്നേ അവന് മനസ്സിലായി. അപ്പൻ ഒരു കാര്യം അറിയാമായിരുന്നു, ഇവൻ എന്നിൽ നിന്ന് അകലും തോറും അവൻ ഇവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു പ്രതിയോഗിയുണ്ട്. അവൻ പക്ഷേ ഹല്ലേലൂയ ആ അപ്പന്റെ ഹല്ലേലൂയ അവൻ സ്നേഹമെന്ന വലയത്തിൽ നിന്ന് അവന്റെ ജീവനെ തൊടുവാനോ അവനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുവാനോ അവൻ പിശാചിന് കഴിഞ്ഞില്ല. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വരുമെന്ന് അപ്പന് നന്നായി അറിയാം. അവനെ ദൂരത്ത് നിന്ന് അവനെ കണ്ടപ്പോൾ തന്നെ അവിടെ വചനം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. അവൻ ഹല്ലേലൂയ അവൻ 20-ാമത്തെ വാക്യം അവന്റെ വരവിനെ കണ്ട് ഹല്ലേലൂയ ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൂരത്ത് നിന്ന് തന്റെ മകന്റെ മടങ്ങി വരവ് കണ്ട് അപ്പന് മനസ്സലിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് അകലം വന്നിട്ടുണ്ടോ എന്ന് രാത്രി നമ്മൾ തന്നെ ഹൃദയം കൊണ്ട് ശോധന ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഒരു അകലം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അപ്പന്റെ അരിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഉപദേശിക്കുക. എന്തിനാ മടങ്ങി വരുന്നത്? ഹല്ലേലൂയ അവിടെ പറയുക ഹല്ലേലൂയ അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കണ്ട് മനസ്സറിഞ്ഞു. എന്നിട്ട് അവൻ തിരുവചനം പറയുക ഹല്ലേലൂയ അവൻ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ പുതപ്പിച്ചു. അവൻ എന്താണ് അങ്കിയുടെ പ്രത്യേകത? ഹല്ലേലൂയ സക്കറിയ പ്രവചന പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റുക. കാരണം പ്രതിയോഗിയായ പിശാച് കുറ്റം ചുമത്തുവാൻ തക്കവണ്ണം സദാ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നിരന്തരമായ അങ്കി എന്ന് പറയുന്നത് അവന്റെ ഇന്നലകളിൽ ഉണ്ടായിരുന്ന ആ വസ്ത്രത്തെ അങ്ങ് മാറ്റുകയാണ്. ആ വസ്ത്രത്തെ മാറ്റിയിട്ട് പുതിയൊരു അങ്കി അവിടെ നൽകുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത് പറയുകയാണ് ഹല്ലേലൂയ ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ. കൈക്ക് മോതിരം. എന്താണ് മോതിരത്തെ കുറിച്ച് കാണിക്കുന്നത്? മോതിരത്തെ കുറിച്ച് കാണിക്കുന്നത് അധികാരത്തെയാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ വരെ ഇവന്റെ അധികാരം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ അധികാരത്തെ പറ്റി പറഞ്ഞ എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, മൊർദെഖായിയുടെ കയ്യിലേക്ക് രാജാവ് തന്റെ മുദ്രമോതിരം വച്ചു കൊടുക്കുകയാണ്. എന്തിനാ? ഹല്ലേലൂയ ഹാമാന്റെ തന്ത്രത്താൽ സകല യഹൂദന്മാരെ മുടിച്ചു കളയുവാൻ ഓർഡറിട്ട രാജാവ് മൊർദെഖായിയുടെ കയ്യിൽ ഒരു മുദ്രമോതിരം കൊടുത്തിട്ട് ആ വിധിയെ തിരുത്തി എഴുതുവാൻ തക്കവണ്ണം അവനുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നിനക്കെതിരെ വിരോധമായി എഴുതിയ ചില അധികാരങ്ങളെ തിരുത്തുവാൻ ഈ മുദ്രമോതിരത്തിന് കഴിയും. മടങ്ങി വന്ന മകന് രണ്ടാമത് ലഭിച്ചത് അധികാരത്തിന്റെ മോതിരം. ഹല്ലേലൂയ. മൂന്നാമത് കാണുന്നു അവന്റെ കാലിന് ചെരുപ്പും ഇടുവാൻ. എന്താണ് ചെരുപ്പിനെ കാണിക്കുന്നത്? അവകാശത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവകാശത്തെ വീണ്ടുകൊള്ളുവാൻ യഹൂദന്മാരുടെ ഇടയിൽ തന്റെ ചെരുപ്പിനെ ഊരി മറ്റവന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത് അവകാശ കൈമാറ്റം. അങ്ങനെയെങ്കിലും രാത്രി സ്വർഗത്തിന്റെ അപ്പൻ തന്നിലേക്ക് മടങ്ങി വന്ന ഒരു ദൈവ പൈതലിന് ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ
ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നീ മടങ്ങി വന്നാൽ അപ്പൻ കരുതി വച്ചിരിക്കുന്ന ചില വിശേഷമായ ആമേൻ ഹല്ലേലൂയ ആമേൻ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് അങ്കി, ആമേൻ രണ്ടാമത്തത് മുദ്രമോതിരം, മൂന്നാമത്തത് ചെരുപ്പ് എന്ന് വെച്ചാൽ ഹല്ലേലൂയ ആമേൻ സാത്താൻ ഇന്നലെ വരെ ആമേൻ അവകാശം പറയുന്ന സകലത്തെ ഉപേക്ഷിച്ച് ആമേൻ ഹല്ലേലൂയ ചില അധികാരം നിന്റെ കരങ്ങളിൽ തരുവാൻ, ആമേൻ ഹല്ലേലൂയ ചില അവകാശങ്ങൾ നിന്റെ കൈകളിൽ തരുവാൻ ഇന്ന് രാത്രി ആ സ്വർഗ്ഗത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തേക്കുക. ആമേൻ ഹല്ലേലൂയ പിശാച് കൊണ്ടുവന്ന ചില കഷ്ടതകൾ ആമേൻ നിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ചില ആമേൻ അകലത്തിന് കാരണമായെങ്കിൽ ആമേൻ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ മകന് സുബോധം വന്നതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ആമേൻ ചിലരോട് ആലോചന വിളിച്ചു പറയുക. ആമേൻ ചില കഷ്ടതകൾ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാനല്ല, ഇന്ന് രാത്രി അതിനേക്കാൾ ശ്രേഷ്ഠമായി ഈ കഷ്ടതയെ അതിജീവിച്ച് ആമേൻ തീരുമാനമിടത്തിലേക്ക് നീ അടുത്തു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ചില ആമേൻ നന്മകൾ ആമേൻ ഹല്ലേലൂയ നിന്റെ കരങ്ങളിൽ അവകാശമായി ലഭിക്കുവാൻ ഇന്ന് രാത്രി ആമേൻ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ആമേൻ സർവശക്തനായ ദൈവത്തിന്റെ തേജസ് കൊണ്ട് കഴിയുമെന്ന് ആമേൻ ഇന്ന് രാത്രി ആത്മനിറവിനെ വിളിച്ചു പറയുകയോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആമേൻ രേഖകളെ മാറ്റി എഴുതുവാൻ കഴിവുള്ള വഴികളെ തുറക്കുവാൻ കഴിവുള്ള ആമേൻ ശൂന്യതയുള്ള സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിനായി ആമേൻ ഇതിന്റെ നടുവിൽ നടപാടുകയോ ആമേൻ ഹല്ലേലൂയ രാത്രി ആമേൻ ഞാൻ നിന്നോട് ഒരു വഴിയും കൂടെ അടുത്തേക്ക് വരികയോ രാത്രി ആമേൻ എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ അകന്നു പോയോ, എന്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ അകന്നു പോയോ, എന്റെ ജീവിതത്തിലെ വീഴ്ചകൾ കൊണ്ട് ഞാൻ അകന്നു പോയോ, അതിൽ നിന്ന് പല രാത്രി കാലം ഞാൻ കുറച്ചുകൂടെ ആമേൻ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിന്നിലേക്ക് മടങ്ങി വരികയോ. ഹല്ലേലൂയ ഹല്ലേലൂയ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ശൂന്യതകളെ പണിയുവാൻ ശക്തനാകട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ യേഹോവയുടെ ദാവീദ് പറഞ്ഞത് അവൻ യേഹോവ ദേശത്തെ അവന്റെ അവകാശ പ്രഖ്യാപനം നടത്തുവാൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നിനക്ക് നൽകിയിരിക്കുന്ന നന്മകളുടെ മേൽ അവൻ പിശാചിനെ ചെല്ലുമ്പോൾ ഇരിക്കയില്ലെന്ന് തിരുവചനം വിളിച്ചു പറയുന്നത് പോലെ നിന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെല്ലുമ്പോൾ ഇരിക്കയില്ല. രാത്രി അവൻ നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടേണ്ടതിന്, നിന്റെ മേലുള്ള അവകാശങ്ങൾ നിറവേറ്റപ്പെടേണ്ടതിന് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അസാധ്യമായതൊന്നുമില്ല. ആമേൻ ഇന്ന് രാത്രി ചില രേഖകൾ മാറ്റിയാട്ടെ. ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ അവസ്ഥയ്ക്ക് ചില വ്യത്യാസങ്ങൾ വരുവാൻ പോകുകയോ ആമേൻ ഹല്ലേലൂയ രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അഹശ്വേരോശ് രാജാവിന് പോലും രാത്രിയിൽ ഉറക്കം കൊടുക്കാതെ മോർദെഖായിക്ക് വേണ്ടി അവൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ അന്ന് രാത്രി ചില വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ചില അധികാരങ്ങള് ആമേൻ ചില അധികാരസ്ഥന്മാര് ഉറക്കമില്ലാത്ത ആളുകളാക്കി മാറ്റി എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ചില രേഖകൾ മാറ്റപ്പെടുവാൻ പോകുകയോ ഇന്ന് രാത്രി ഒരു ദൈവ വൈദ്യന് വേണ്ടി അവൻ സ്വർഗം എഴുന്നേൽക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്ന തിരുവചനം വ്യക്തമാക്കുകയോ അവകാശങ്ങൾ
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് അവൻ മതിയായ അപ്പന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. മാനുഷികമായ വാക്കുകൾക്ക് പരിമിതികളുണ്ട്, എന്നാൽ സ്വർഗീയ ആശ്വാസത്തിന് പരിമിതികളില്ല. സ്വർഗീയ ആശ്വാസം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ വിടുതല രാത്രി ഹല്ലേലൂയ ആ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ പണിയുവാൻ മതിയായ ഈ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ സംഗതികളും അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന കർത്താവദാസൻ ദൈവാത്മാവ് ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഒരു പദമോടെ കാണുവാനിടയായിട്ടുള്ളൂ. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ നാളുകൾക്ക് ശേഷം എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ, നഷ്ടമാക്കി കളഞ്ഞ ഒരു മകൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ. അവനെ പിതാവിനെ സമീപിക്കുവാനുള്ള മാനസികമായ ബുദ്ധിമുട്ട് എങ്ങനായാലും കാണും. ഹല്ലേലൂയ. സുബോധമൊന്നും അന്ന് മടങ്ങി വരണമെന്ന ആഗ്രഹത്തോടെ അവൻ മടങ്ങി വരികയാണെങ്കിൽ ഹല്ലേലൂയ താൻ ഉപേക്ഷിച്ച് വിട്ടുപോയ ഭവനത്തിലെ പിതാവിനെ സമീപിക്കുമെന്നുള്ള ചിന്ത അവന്റെ അകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, അപ്പൻ ദൂരത്തു നിന്ന് കണ്ടപ്പോഴേ ഹല്ലേലൂയ അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഹല്ലേലൂയ മകനെ തേടി അങ്ങോട്ട് ചെന്ന് അവന്റെ കഴുത്തിൽ ചുംബിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേട്ടതുപോലെ അധികാരത്തിന്റെ മോതിരം അണിയിപ്പിക്കുന്നു. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പുതപ്പോല നൽകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. പരസ്പരം മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് ഹല്ലേലൂയ പരസ്പരം പൊറുത്താൽ മാത്രമേ ശരിക്കുള്ളൊരു ആനന്ദം വരുത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ അവർ ആനന്ദിക്കണമെങ്കിൽ ആ മകന്റെ മനസ്സിലുള്ള ഹല്ലേലൂയ ആ സകല വിഷമതകളും അവൻ മറന്നു കളഞ്ഞു. അപ്പന്റെ മനസ്സിലുള്ള സകല മകനോടുള്ള സകല വിദ്വേഷങ്ങളും മറന്നു കളഞ്ഞു. പരസ്പരം മറന്നു സ്നേഹിച്ചത് കൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നവർക്ക് ആനന്ദിച്ചു തുടങ്ങുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഹല്ലേലൂയ നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നാം കടന്നു വരുന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ആത്മാവിൽ ആനന്ദിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ താഴേക്ക് വായിക്കുമ്പോൾ ഒരു പദം കൂടെ നാം കാണുന്നുണ്ട്. മൂത്ത മകൻ വയലിൽ നിന്ന് കടന്നു വരികയാണ്. ഹല്ലേലൂയ. വയലിൽ നിന്ന് കടന്നു വന്ന മകൻ ഭവനത്തിലേക്ക് കയറുന്നില്ല. അവിടുത്തെ സന്തോഷവും ആനന്ദവും ഒക്കെ അവൻ തിരക്കി, അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവൻ ഭവനത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, അപ്പൻ പുറത്തേക്ക് കടന്നു ചെന്ന് അവനോട് അകത്തു വരുവാൻ അപേക്ഷിച്ചു. ഈ അപ്പന്റെ സ്നേഹം നോക്കിക്കേ. ഹല്ലേലൂയ. മറുതലിച്ച് നഷ്ടപ്പെട്ട മകനോട് സ്നേഹം. ഹല്ലേലൂയ. ഭവനത്തിനകത്തേക്ക് കയറാതെ ഹല്ലേലൂയ മറുതലിച്ചു പിന്മാറി നിൽക്കുന്ന മൂത്ത മകനോട് അപേക്ഷിക്കുന്ന അപ്പൻ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. നമ്മുടെ ദൈവത്തിനോട് എത്ര സ്നേഹമാണെന്ന് ചിന്തിച്ച് ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ മറുതലിച്ചു മാറിപ്പോയാലും ഹല്ലേലൂയ അപ്പന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് തീരുമാനിച്ചാലും പുറത്തേക്ക് ഇറങ്ങി വന്ന് അപേക്ഷിച്ച ഹല്ലേലൂയ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന മൂത്ത മകനോട് സ്നേഹമുള്ള അപ്പൻ ഹല്ലേലൂയ നഷ്ടപ്പെട്ടത് കഴിഞ്ഞതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഹല്ലേലൂയ ഇളയ മകനെ സ്നേഹിക്കുന്നപ്പൻ എത്ര സ്നേഹവാനായ പിതാവായ ദൈവമാണ് നമുക്കുള്ളത്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. അധികാരത്തിന്റെ മോതിരം അണിയിപ്പിക്കുന്ന, അഭിഷേകത്തിന്റെ പുതപ്പിനെ നൽകുന്ന, ഹല്ലേലൂയ അവകാശത്തിന്റെ ചെരിപ്പിനെ നൽകുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. നാം വീണുപോയിടത്തു നിന്ന് നമ്മെ തിരികെ പിടിക്കുന്ന, കരം പിടിച്ച് നമ്മെ ഉയർത്തുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ചുംബിക്കുന്ന ഒരു നല്ല അപ്പൻ നമുക്കുണ്ട്. ഇന്ന് രാത്രി ആ കർത്തൃപാദപീഠങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. വചനം സംസാരിക്കാൻ കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി മാനിച്ചതിനാൽ, സഹായിച്ചതിനാൽ നമുക്ക് നന്ദി പറയാം. കുടുംബമായി കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ജോലി പഠനങ്ങളുടെ അനുഗ്രഹമായി മാറുവാൻ, ദൈവസഭയുടെ അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കണമെന്നായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ പ്രസാദ